ലവ് മാരേജ് ആണോ? ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് ആണ്. ലവ് ചെയ്തുകൊണ്ട് അത് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടിയൊന്നുമില്ല. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. ചിരി തന്നെ, ഭയങ്കര ചിരി തന്നെ. There's so much left to breathe. Yeah. You've a lot of courage in you and a lot to look forward to. We're right on time to fly free. This life is ours and only yours to fail to succeed. This world is ours and just ours to love endlessly. Here's to the game that blessed us with the pain. Oh, hold my hand, let's just get on this train. ഞാൻ ഗൾഫിലായിരിക്കുമ്പോഴാണ് ജനിക്കുന്നത്. അന്നത്തെ സമയത്ത് 24 വർഷം മുൻപ് മൊബൈലിൻ്റെ ഇത്രയും മൊബൈലോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. ഇവളുടെ ഇളയമയാണ് എന്നെ വിളിച്ച് പറയുന്നത്, ഇതേമാതിരി ഒരു കുട്ടി ജനിച്ചു. അപ്പോൾ ഞാൻ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ വെച്ചാണ് ഇളയമ പറയുന്നത്, കുട്ടി ജനിച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഇതേമാതിരി എനിക്കൊരു മകൾ ജനിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, അവള് ലക്ഷ്മിയാണ്, എപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കൊച്ചായിരിക്കും, എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം മാത്രം തരുന്ന ഒരു കുട്ടിയായിരിക്കും. പക്ഷെ അവള് അത്രയും ഒരു എന്താ പറയാ പ്യോർ സോൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. വൈകുന്നേരം മൊത്തം അവൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. എന്നെ ഈ അടുത്ത് കിട്ടിയ ഫ്രണ്ടാണ്. കുറച്ചു കാലം മതി, ഒരാഴ്ച കൊണ്ട് അവളെങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും നല്ല അടിപൊളിയായിട്ട് കുട്ടിയാണ്. അവൾക്ക് എല്ലാ എന്താ പറയാ എല്ലാ വിശ്വസിക്കും. അവളും അവളുടെ സാഹചര്യം അടിപൊളിയായിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അത് മാത്രല്ല കുറെ സ്വപ്നങ്ങളുണ്ട്. കുറെ സ്വപ്നങ്ങൾ അവളുടെ ഇതുവരെ അവൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയുള്ള സ്വപ്നം നേടിയെടുക്കാനുള്ള ചിറക് പിടിച്ച് പറക്കാൻ കഴിയുന്നത് ഒരു ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഫുൾ ആക്റ്റീവാണ്, ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാ പ്രശ്നങ്ങളിലും നമുക്കിങ്ങനെ ഓടിപ്പോയിട്ട് അവളെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമമൊക്കെ തീരും. അങ്ങനെ നമ്മളെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ അവളുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടിന്റെ ഫംഗ്ഷൻ എന്നുള്ളതിൽ നിന്ന്
ഒരു ഫാമിലി ഫംഗ്ഷൻ എന്നുള്ളത് തന്നെയാണ്. ചേട്ടനെ സെലക്ട് ചെയ്യാൻ കാരണം പറയാം. സന്തോഷമായി. ഓക്കെ മീറ്റ് Me too. ശരി ശരി. അപ്പോൾ അത് വരും കൈ പിടിച്ച് പോകാം. കൈ പിടിച്ച്